ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ട്രോൾസും കാര്യങ്ങളിലൊക്കെ ഇടക്കിടക്ക് വരുന്ന പേരാണ് നിങ്ങളുടെ ഗ്രീൻ ഹൗസ് എന്നുള്ള ഒരു പേരിന്റെ മലയാളം ഇതാണ് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നുള്ള പേര്. അപ്പൊ ആ പേര് ശരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ടോ? അനുഗ്രഹമായിട്ട് തോന്നാനായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അല്ല, ഇപ്പൊ ആക്ച്വലി ഞാൻ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കണം. ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹരിതഗൃഹ പ്രഭാവം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അങ്ങനെ ഒരു വൈബിലാണ് ഗ്രീൻ ഹൗസ് എന്ന ഒറ്റ പേരാണ്. അല്ല, ഗ്രീൻ വേറെ വീട് വേറെ അല്ല, ഗ്രീൻ ഹൗസ് ഒറ്റ വാക്കാണ് ഞാൻ എൻ്റെ കമ്പനിക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് പച്ച വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊരു മാതിരി ആദ്യമൊക്കെ ഒരു തരം താഴ്ത്തുന്ന പോലത്തെ സാധനമായിരുന്നു തോന്നിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം അവർക്കറിയാവുന്ന പോലെയല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെയാണ്, അവർക്കറിയാവുന്ന പോലെ അവർ പറയുന്നു. എൻ്റെ ബ്രാൻഡിനെ അവർ എഫേർട്ട് എടുത്ത് പല കമൻറ്റ് ബോക്സിലും പറയുന്നു, അതിനെയും കൊണ്ടങ്ങ് ഓടുന്നു എന്ന് പറയുമ്പം ഞാൻ പോലും പൈസ ഇറക്കാണ്ട്, ഞാൻ പോലും എക്സ്ട്രാ എഫേർട്ട് ഇടാണ്ട് ഇവരെ